ഗെയ്സ്, ഇന്ന് നമ്മുടെ വീഡിയോ ചോളം പുഴുങ്ങിയതാട്ടോ. നല്ല സ്പൈസിയായ ചോളം നമ്മൾ പുഴുങ്ങിയിട്ടേ മുളകും പൊടിയും ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഇതിൽ ഉപ്പും കൂടി ചേർത്തുകൊണ്ടേ ഇങ്ങനെ ഒരുത്തി ഇങ്ങനെ കഴിച്ചാൽ എന്താ കാരണം ടേസ്റ്റ് അറിയോ. നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് മുളക് ഉപ്പ് ഓൾറെഡി ആദ്യം തേച്ചുകൊണ്ട് വേവിച്ചതാട്ടോ. ഇപ്പം ഞാൻ മുളക് തിരുമ്പിങ്ങാണ്ട് ചെറുനാരങ്ങയും മുളകും കൂടി തിരുമ്പിയിട്ട് നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടില്ല, നല്ല ചൂടോടുകൂടെ കഴിക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മുളക് തിരുമ്പിയതും ഒക്കെ ചെറുനാരങ്ങൻ്റെ നീരും കൂടി അയിമ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല ചൂടോടുകൂടെ കഴിച്ചാലേ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും പുറത്തുനിന്ന്, പക്ഷേ ഉണ്ടാക്കി നോക്കിക്കണോ അറിയില്ല. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോഴേ നല്ല മഴയൊക്കെ പെയ്യുമ്പോഴേ നല്ല തണുപ്പ് നേരത്ത് നമുക്കിത് ചൂടോടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഈ ചോളത്തിൻ്റെ എല്ലാ ആൻറ്റി ഓക്സിഡൻ്റൊക്കെ എല്ലാതും അടങ്ങിയ നല്ലൊരു വിറ്റാമിനും ഒക്കെ ഉള്ളൊരു പലഹാരം കേട്ടോ, ഒരു വിഭവമാണിത്. ചോളം എന്ന് പറഞ്ഞാൽ ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റും. കുട്ടികൾക്കും ഏറ്റവും ഉത്തമമാണ്, ഗർഭിണികൾക്കും കുട്ടികൾക്കൊക്കെ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളകും പൊടി, ചെറുനാരങ്ങ ഇതൊക്കെ ഇതാട്ടോ. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ അതിന് 3 ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ചോളമാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല സീക്കോൺ കറി, ഇത് കുറച്ച് നല്ല ചോളാട്ടോ. ഡ്രൈ ആയി നല്ല ബലമുള്ള സൈസല്ല, അത് നല്ല സീക്കോൺ എന്ന് പറഞ്ഞ ചോളം തന്നെ വാങ്ങണം കേട്ടോ. ഇത് വേണമെങ്കിൽ ആവിക്കും പുഴുങ്ങിയെടുക്കാം കേട്ടോ, അപ്പോഴും വേവും. ഇത് എളുപ്പം വേണ നല്ല സോഫ്റ്റായ സാധനം കേട്ടോ. സീക്കോൺ കറി, മറ്റേ ചോളമല്ല, കട്ടിയിലെ ചോളുണ്ട് അതല്ല, ഇത് സീക്കോൺ നല്ല ചോളമാണ്. ഇത് ആവിക്കും പുഴുങ്ങാൻ വെറുതെ നമ്മൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ മുളകും പൊടിയും ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് അയിമ ചൂടോടുകൂടെ ഒന്ന് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടേ കഴിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നല്ല തണുപ്പിലെ കാലാവസ്ഥയിലൊക്കെ നമുക്കിത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. അങ്ങനെ നമുക്കിതിൻ്റെ കുപ്പായൊക്കെ ഒന്ന് ഊരി കൊടുക്കാം. അതിൻ്റെ എല്ലാ കുപ്പായങ്ങളും ഊരി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആ കരടും അതിൻ്റെ ആ ചണ്ടി ഇതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ നൂല് പോലത്തെ ഒരു സാധനം ഉണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കിത് ഒന്ന് കഴുകിയിട്ട് തിളച്ച വെള്ളത്തിലിട്ടാണ് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമുക്ക് 3 ചോളം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത് നല്ല ഉത്തമമായ സാധനം കേട്ടോ. ചോളം എന്ന് പറഞ്ഞാൽ ഏത് ആൾക്കാർക്കും കഴിക്കാനും നല്ലതാണ്. ഇതിലെന്തൊക്കെ വിറ്റാമിനും ആൻറ്റി ഓക്സിഡൻറ്റും എല്ലാതും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ ഏറ്റവും ഉത്തമമാണ്. അപ്പം നിങ്ങളേ ചോളം വാങ്ങുമ്പോൾ നല്ല തിളക്കാൻ കണ്ടില്ല, സീക്കോൺ തന്നെ വാങ്ങണം കേട്ടോ. അപ്പോഴും നല്ല സോഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എളുപ്പം പൊഴിച്ചു. ഇപ്പം ഞാൻ നല്ലോണം ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തോളി. പിന്നെ നിങ്ങൾ തിരുമ്പുമ്പോൾ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ചിലപ്പോൾ ഇതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. നിങ്ങൾ ചെറുനാരങ്ങയും മുളകും പൊടിയും കൂടി തിരുമ്പി എടുക്കുമ്പോൾ അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ നല്ലോണം എളുപ്പം വേവും കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് വേവ്. ഇത് വേണമെങ്കിൽ ആവിക്കും വേവിച്ചാൽ പറ്റും കേട്ടോ, ആവിക്കും വേവിച്ചാൽ. അങ്ങനെ അതിൽ കടന്നിട്ട് നല്ലോണം തിളച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒക്കെ ഒന്ന് വെന്ത് വരട്ടോ. അങ്ങനെ ഇതൊക്കെ വെന്ത് വന്നിട്ട് നമുക്ക് മുളകും പൊടി ചെറുനാരങ്ങയുടെ നീരും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ചൂടോടുകൂടെ കഴിക്കും വേണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക.
തണുക്കാൻ നിൽക്കരുത്, നല്ല ചൂടോടുകൂടെ കഴിക്കണം കേട്ടോ. ആ നാരങ്ങയും ആ മുളകും പൊടിയും കൂടി തിരുമ്മിയിട്ട് ആ ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കുറച്ചിട്ട് കൊടുത്തോളൂ. എന്നിട്ട് ആ ചൂടോടുക്കാൻ ഇങ്ങനെ കഴിച്ചാൽ എന്താ കാരണം ടേസ്റ്റ് എന്നറിയും. നമുക്ക് എല്ലാതും ഒന്ന് പിഴിഞ്ഞെടുത്താലോ. കൂട്ടുകാരെ, നമ്മളെ ചോളമൊക്കെ പൊഴിഞ്ഞ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിന്മേൽ മുളകും പൊടി, ചെറുനാരങ്ങി, ഉപ്പ് ഇതിലുണ്ട് കേട്ടോ. ഉപ്പില്ലെങ്കിൽ നിങ്ങൾ ഉപ്പും ചേർത്തോളി. ഉപ്പും കൂടി തിരുമ്പി നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല മഴ ഇങ്ങനെ പെയ്യുമ്പോഴേ ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ആ ചൂടോട് കൂടെ ഇങ്ങനെ കഴിച്ചാൽ എന്തൊക്കെ ടേസ്റ്റ് അറിയും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നന്മ നല്ലോണം ചൂടോടുക്കനെ തിരുമ്മി പിടിപ്പിക്കുമ്പോഴേ നല്ലോണം ഒട്ടും ചെയ്യും. അപ്പം 3 എണ്ണം ഉണ്ടാക്കിയിട്ടാണ് 3 നമുക്ക് തിരുമ്പി കൊടുക്കാം. എന്നിട്ട് നമുക്കത് കഴിച്ചിട്ടൊന്നും എന്താ ടേസ്റ്റേ. കഴിച്ചിട്ടുണ്ടാവും, കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ ഇങ്ങനെ ചൂടുള്ള ചോളമൊക്കെ ഉണ്ടാക്കിയിട്ടേ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തുങ്ങാണ്ട് ഒന്ന് ഷെയർ ചെയ്തുങ്ങാണ്ട് ആ കുഞ്ഞ് ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തിയിട്ടേ നമുക്കൊരു സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൊണ്ടു, കമൻസൊക്കെ അറിയിക്കൊണ്ടു. അങ്ങനെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു സാധനം കേട്ടോ. നല്ല സാധനമാണ്, നല്ല ഹെൽത്തിയായ സാധനമാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും. കുട്ടികൾക്ക് ഇനി മുളകും പൊടി അല്ലാതെ നിങ്ങൾ വെറുതെ കൊടുത്തോളിയും, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു കാര്യം ചെയ്യണം, ഇതേമാതിരത്തെ സീക്കോൺ തന്നെ വാങ്ങണം കേട്ടോ. വേറെ കമ്പക്കൊല പറഞ്ഞിട്ടൊരു ചോളമുണ്ട്, അത് ഭയങ്കര ഇതൊക്കെ ഡ്രൈ ആയിരിക്കും, അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ എല്ലാതും ഒഴുങ്ങി അതിന്മേൽ മുളകും പൊടിയൊക്കെ തേച്ച് നമുക്കൊന്ന് കഴിക്കാം. അങ്ങനെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടാക്കൊണ്ടു. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു, അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ച്.